വർഷയുടെ കൂട്ടുകാരി സോണിയയുടെ വിവാഹം നിശ്ചയിച്ചു. സോണിയ ലവ് മാരേജ് ആണ് ചെയ്യുന്നത്. അവൾക്ക് ലവ് മാരേജ് ആയതുകൊണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. എന്റെ പൊന്നു വർഷയെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്റെ ലവ് മാരേജ് ആണ് നടക്കാൻ പോകുന്നത്. ഞാൻ സ്നേഹിച്ച ആള് എന്റെ കൂടെ തന്നെ ജീവിക്കാൻ പോവാ. ഇത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ലവ് മാരേജ്, അവർക്കൊന്നും കിട്ടിയിട്ട് പോലുമില്ല. എനിക്ക് ഉറപ്പാണ് ലവ് മാരേജ് ആണ് ബെസ്റ്റ് എന്ന്. പരസ്പരം മനസ്സിലാക്കി എന്ത് വേണം ഏത് വേണം എല്ലാം അറിഞ്ഞായിരിക്കും ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും പറ്റും. നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ തന്നെ ജീവിച്ചാൽ എന്ത് രസമായിരിക്കും. ഒരു ടെൻഷൻ ഇല്ലാതെ അങ്ങോട്ട് പോവാം, ജീവന് തുല്യം സ്നേഹിക്കുകയും ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ നീ ലവ് മാരേജ് ചെയ്യണമെന്നാ. പക്ഷെ നീ ആണെങ്കിൽ ലവ് മാരേജ് ചെയ്യില്ലല്ലോ. നിനക്ക് അറേഞ്ച് മാരേജ് അല്ലേ പറ്റുള്ളൂ. നിനക്കറിയാലോ സോണിയ, സുമിത് എന്നെ ചതിച്ചതാ. അവൻ വിദേശത്ത് പോയിട്ട് ഏതോ പെണ്ണിനെ സ്നേഹിച്ച് അവിടെ തന്നെ സെറ്റിലായില്ലേ. അവൻ കാരണം എനിക്ക് സ്നേഹമൊന്നും ഇപ്പൊ ഇഷ്ടല്ല. ഇനിയിപ്പോ അമ്മയും അച്ഛനും പറയുന്ന ആരെയാണേലും ഞാൻ കല്യാണം കഴിക്കും. അത് ശരിയാ, ഇനിയിപ്പോ നിനക്ക് അറേഞ്ച് മാരേജ് അല്ലേ ചെയ്യാൻ പറ്റൂ. ശരി, എന്നാ ഞാൻ പോട്ടെ. എനിക്ക് കല്യാണത്തിന്റെ കുറേ ഒരുക്കങ്ങളുണ്ട്. പിന്നെ സാഹിലിന്റെ കൂടെ മാർക്കറ്റിലൊന്നും പോണം. സോണിയുടെ ലവ് മാരേജിന്റെ സന്തോഷം അവളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വർഷയ്ക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. കാരണം അവൾക്കും ലവ് മാരേജ് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ സ്നേഹിച്ച ആള് അവളെ ചതിക്കുകയും ചെയ്തു. അവൾക്കാണെങ്കിൽ അറേഞ്ച് മാരേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ സോണിയുടെ കല്യാണം കഴിയും. അപ്പുറത്ത് വർഷയുടെ വിവാഹം നിശ്ചയിക്കും. അഖിൽ നല്ല പയ്യനാ, നന്നായി അധ്വാനിക്കുകയും ചെയ്യും. ഒരു ഷോറൂം മുഴുവനും മാനേജ് ചെയ്യുന്നില്ലേ. നമ്മുടെ വർഷ ഭാഗ്യമുള്ളവളാ, അതുകൊണ്ടല്ലേ നല്ല പയ്യനെ കിട്ടിയത്. അതെ, അത് ശരിയാ. പണിക്കര് പറയുന്നത് 15 ദിവസം കഴിഞ്ഞാൽ നല്ല മുഹൂർത്തം ഉണ്ടെന്നാ. അതിനുശേഷം 2 വർഷത്തേക്ക് ശുഭമുഹൂർത്തം ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കാം. 15 ദിവസം കഴിഞ്ഞ് കല്യാണം എന്ന് കേട്ടപ്പോ വർഷ പേടിച്ചു. കാരണം അഖിലിനെ പരിചയപ്പെട്ടത് പോലുമില്ല. അതല്ലാണ്ട് അഖിലുമായി സംസാരിച്ചിട്ടുമില്ല. അതെ സോറി, ഞാൻ നിന്റെ ഫോൺ എടുക്കാൻ വിട്ടുപോയി. അതെ, സാഹിൽ എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. എന്നോട് കഴിച്ചിട്ടൊക്കെ ഫോൺ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞതാ. നിനക്കറിയാലോ, സ്നേഹത്തോടെ ഭർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്ന ഏത് ഭാര്യ കഴിക്കാതിരിക്കുന്നത്. അല്ല, നീ പെട്ടെന്നെന്താ വിളിച്ചേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? സോണിയ, എന്റെ വിവാഹം നിശ്ചയിച്ചു. 15 ദിവസം കഴിഞ്ഞാ വിവാഹം. എന്താ? 15 ദിവസം കഴിഞ്ഞാണോ വിവാഹം? പക്ഷെ നീ ഇതുവരെ ചെറുക്കനെ കണ്ടിട്ടില്ലല്ലോ. നീ സംസാരിച്ചിട്ടുണ്ടോ? നിശ്ചയത്തിന്റെ സമയത്ത് മിണ്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ പിന്നെ ഇന്ന് വിളിച്ചു, പുറത്തേക്ക് വരാൻ പറഞ്ഞു. കുറച്ചേരം സംസാരിക്കാനായിരിക്കും. ഞാൻ പോവാ. ആ ശരി, ഞാൻ എന്ത് പറയാനാ. എന്തായാലും അറേഞ്ച് മാരേജ് ചെയ്തല്ലേ പറ്റൂ. എന്താണെങ്കിലും നോക്ക്, എന്റെ ഒരു ഒപ്പീനിയൻ ലവ് മാരേജാ നല്ലത്. നീ കണ്ടില്ലെങ്കിൽ എന്ത് സന്തോഷത്തോടെ ജീവിക്കണേ. സാഹിൽ എന്നെ നന്നായി നോക്കുന്നു. എനിക്ക് ഒരു കുറവുമില്ല ഇവിടെ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ലവ് മാരേജ് ആണ് ബെസ്റ്റ്. ആ പോട്ടെ, നിന്റെ അറേഞ്ച് മാരേജ് അല്ലേ, എന്തായാലും അത് നന്നായിരിക്കട്ടെ. സോനിയയുടെ ഇത്തരം സംസാരം കേട്ട് വർഷ വീണ്ടും പേടിച്ചു. അഖിൽ ആദ്യമായി അവളെ അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അവരൊരു റെസ്റ്റോറന്റിൽ പോകും. അല്ല, നിനക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എന്താ? ഓർഡർ ചെയ്യാൻ വേണ്ടിയാ? അത് നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് വാങ്ങ്, ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. എന്നാ ശരി, ഞാൻ ഓർഡർ ചെയ്തോളാം. ഞാൻ കൈ കഴുകിയിട്ട് വരാമേ. ലവ് മാരേജ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞേനെ. എന്നാലും ഒന്ന് പറഞ്ഞതുപോലുമില്ല. പെട്ടെന്ന് ഓർഡർ ചെയ്തു. അതും അദ്ദേഹത്തിന്റെ ഇഷ്ടം. വർഷ കൈ കഴുകാൻ വാഷ്റൂമിൽ പോയി. കുറച്ചേരം കഴിഞ്ഞ് അവൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി. ടേബിളിൽ വെച്ചിരിക്കുന്നത് അവളുടെ ഫേവറേറ്റ് ഡിഷസ് തന്നെയായിരുന്നു. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ. നിങ്ങൾക്കും ഇതാണോ ഇഷ്ടം? ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നിന്റെ ഇഷ്ടമെല്ലാം എന്റെ ഇഷ്ടമാണ്. ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് ചോദിച്ചിരുന്നു നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൃദുവായ ഐസ്ക്രീം നിനക്ക് ഇഷ്ടമാണെന്ന്. നമുക്ക് പോകുന്ന വഴി അത് കഴിക്കാം. പിന്നെ ഗോൽഗപ്പയും. ഇവിടെയുള്ളൊരു ഫേമസ് സ്ഥലത്തു നിന്നും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. പക്ഷേ ഇത്തിരി പുളി കൂടുതൽ വേണം. പുളിച്ച വെള്ളമുള്ളവ വരൂ, എന്നാൽ എനിക്കും കഴിക്കാലോ. പോകുന്ന വഴിക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം. നിനക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതൊക്കെ. വർഷ, ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കാനാണ്. എന്റെ ഭാഗത്തു നിന്നും നിനക്കൊരു കുറവുണ്ടാവരുത്. നീ എന്റെ ഏറ്റവും നല്ലൊരു ഭാര്യയാവാൻ പോവുകയാണ്. ഞാൻ നിന്റെ ഏറ്റവും നല്ലൊരു ഹസ്ബൻഡും ആയിരിക്കും. വർഷ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അഖിൽ അവളെ ഇതുപോലെ സ്നേഹിക്കുമെന്ന്. അവളുടെ മനസ്സിലെ ടെൻഷനൊക്കെ മാറി. ആ ദിവസം വർഷ അഖിലിന്റെ കൂടെ ഒരുപാട് എൻജോയ് ചെയ്തു. അഖിൽ ഒരു കാര്യത്തിലും അവക്കൊരു കുറവും വരുത്തിയില്ല. കല്യാണത്തിന്റെ ഷോപ്പിംഗും അഖിലും വർഷയും ഒരുമിച്ചാണ് നടത്തിയത്. കുറച്ചു ദിവസം കഴിഞ്ഞ് അവരുടെ വിവാഹവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു വർഷ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യാനും തുടങ്ങി. അവൾ നല്ല അടിപൊളിയായിട്ടുള്ള ആഹാരങ്ങളൊക്കെ വെച്ചു കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അപ്പുറത്ത് സോണിയയ്ക്ക് ആഹാരം പോലും വെക്കാൻ അറിയില്ലായിരുന്നു.
പക്ഷെ അവളും ആഹാരം വെക്കാൻ അവളുടെ അമ്മായിമ്മയിൽ നിന്നും പഠിച്ചു. വർഷയുടെ അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ പെട്ടെന്ന് പഠിച്ചെടുത്തു. ഇന്നത്തെ പൂജയുടെ കാര്യങ്ങളൊക്കെ വർഷമോളാണ് ചെയ്തത്. എനിക്ക് ഒരു കാര്യത്തിലും അവളെ സഹായിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പുറത്ത് സോണിയാണെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് ആണ് ചെയ്തത്. അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലെ രീതികളൊന്നും അവൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുത്തു. ഒരു ദിവസം വർഷയും അഖിലും ഒരു കല്യാണത്തിന് പോയി. അവിടെ സോനിയും സാഹിലും വന്നു. സോനിയ നോക്കിയപ്പോൾ അഖിൽ നന്നായിട്ട് വർഷനെ നോക്കുന്നതായിട്ട് കാണും. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചും കൊടുക്കുന്നു. ഇത് കാരണം സോനിയുടെയും വർഷയുടെയും തെറ്റിദ്ധാരണ മാറിക്കിട്ടും. ലവ് മാരേജിൽ നമുക്ക് ആ സ്നേഹം കിട്ടില്ല ഏത് അറേഞ്ച് മാരേജിൽ കിട്ടുന്നത്. ലവ് മാരേജ് ആയിക്കോട്ടെ അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ നമ്മുടെ പാർട്ട്ണർ നല്ലതായിരിക്കണം. ചെറുക്കന്റെയും പെണ്ണിന്റെയും ചിന്തകൾ ഒരേപോലെ ആവുമ്പോൾ ആ ബന്ധത്തിന് ആഴം കൂട്ടുകയും ചെയ്യും. കൂടുതലൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായാൽ മതി. അമിത്തിന് എങ്ങനെയും പണക്കാരനാവണായിരുന്നു. പക്ഷെ ജോലിയൊന്നും ചെയ്യാൻ അവനെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ കണ്ടോ, ഒരു ദിവസം ഞാൻ പണക്കാരനാകും. അത് ശരി, അതെങ്ങനെയാ? ഈ ചായയുടെ പൈസ ഞങ്ങളല്ലേ കൊടുക്കുന്നേ? നീ വാചോടിക്കാതെ വല്ല ജോലിക്കും പോകാൻ നോക്ക്. പണക്കാരനാണെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. കഴുതകളും അധ്വാനിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അവർ കോടീശ്വരന്മാരായോ? പണം ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനമല്ല, ബുദ്ധിയാ വേണ്ടത്. നിന്റെ ബുദ്ധിയിൽ എന്താന്ന് വെച്ചാ പറ, ഞങ്ങൾ കേക്കട്ടെ. അത് സിമ്പിളല്ലേ. ഏതെങ്കിലും ഒരു കോടീശ്വരന്റെ മോളെ കല്യാണം കഴിക്കുക, സ്ത്രീധനം കിട്ടുന്ന പൈസ കൊണ്ട് സുഖമായി ജീവിക്കുക. അമിത്തിന് ഇതായിരുന്നു പ്ലാൻ. അവനെ കാണാൻ നല്ലതായിരുന്നോണ്ട് പെൺകുട്ടികളും അവനെ നോക്കും. പക്ഷെ അമിത്തിന് വേണ്ടത് പണക്കാരനായ ആളുടെ ഒരു മകൾ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമിത്തിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് നഗരത്തിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവന്റെ ഇന്റർവ്യൂ നടന്നില്ല. അതേ കമ്പനി മുതലാളിയുടെ മകളെ അവൻ കാണുകയും ചെയ്തു. ആ കുട്ടിയുടെ പേര് അങ്കിതയായിരുന്നു. അമിത് അങ്കിതയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഹലോ, ഹായ്, എൻ്റെ പേര് അമിത് എന്നാണ്. അത് താങ്കൾ ഈ കമ്പനിയുടെ മുതലാളിയുടെ മകളല്ലേ? അതെ, എന്താ? ഏയ് ഒന്നുമില്ല, എൻ്റെ അച്ഛനും ഒരു കമ്പനിയുടെ മുതലാളിയാണ്. അതുകൊണ്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ആണോ? പിന്നെ എന്തിനാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇവിടെ വന്നത്? അത് അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ്. അച്ഛൻ പറയുന്നത് ഞാൻ സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കണമെന്നാ, അങ്ങനെ ജീവിക്കണമെന്ന്. അച്ഛൻ്റെ ആഗ്രഹമല്ലേ? അത് ശരിയാ. എല്ലാ അച്ഛന്മാരുടെ വിചാരം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നേ. അങ്ങനെ ചിരിച്ചു കളിച്ച് അവരുടെ സൗഹൃദം മുമ്പോട്ട് പോയി. അമിത് വലിയൊരു കള്ളമാണ് പറഞ്ഞത്. അവിടുന്ന് അങ്കിതയുടെ നമ്പറും വാങ്ങിച്ചവനങ്ങ് പോയി. അവൻ തിരിച്ചു പോകാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോ അവന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് ഇരുന്നു. ആ പെൺകുട്ടി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അമിത് ചോദിച്ചു, എന്തു പറ്റി മാഡം? എന്താ ഇത്ര ദേഷ്യം? ദേഷ്യം വരാതിരിക്കോ? ആദ്യമായിട്ടാണ് ഞാൻ ഈ ബസ്സിൽ കയറുന്നത് തന്നെ. 2 കോടിയുടെ കാറാ റോഡിൽ വച്ച് നിന്നുപോയത്. എന്ത് ചെയ്യാനാ? 2 കോടിയുടെ കാറോ? കൊള്ളാലോ, ഇതൊരു കോടീശ്വരന്റെ മോളാന്ന് തോന്നുന്നു. വണ്ടിയുടെ വില കേട്ടപ്പോ അമിത്തിന്റെ നെഞ്ചിൽ ലഡ്ഡു പൊട്ടി. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? മോശമായിരുന്നു. എനിക്കറിയായിരുന്നു ഇത് നടക്കില്ലെന്ന്. ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുമായിട്ട് നിന്റെ വിവാഹം നടത്താവുന്ന. എൻ്റെ ഫ്രണ്ട് ശ്രീധനമായിട്ട് 10 ലക്ഷം രൂപ തരും. ശ്രീധനവും അവൻ്റെ ഫാക്ടറിയുടെ ഉടമസ്ഥയും തരും. ഇത് കേട്ടതോടെ അമിത്തിന്റെ മനസ്സിൽ വീണ്ടും ഒരു ലഡ്ഡു പൊട്ടി. അവൻ ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്തു. ഭഗവാനെ, ആദ്യമായിട്ടാ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ഞാൻ ആവശ്യപ്പെട്ടു, എന്നാൽ നീ 1 അല്ല 2 അല്ല 3 കോടീശ്വരന്മാരായി ഇപ്പം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. താങ്ക് യു ഭഗവാൻ, താങ്ക് യു. അമിത്തിന്റെ ആക്രാന്തം കൂടി വന്നു. അവൻ ആഗ്രഹിച്ച ഒരു പണക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാ. ഇപ്പൊ അവന് 3 പെണ്ണുങ്ങളാ ഉള്ളത്. അവൻ ഇതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം. പക്ഷെ അവൻ ആലോചിച്ചു, ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ ഞാൻ കോടീശ്വരനാകും. എന്നാൽ 3 പേരെയും വിവാഹം കഴിച്ചാൽ ശേഷം ഞാൻ വലിയ കോടീശ്വരനായി മാറും. അല്ല, ഒരാളെ മാത്രം വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. 3 പേരെയും ഞാൻ കല്യാണം കഴിക്കും. അമിത് കോമലിനോടും അങ്കിതയോടും ഫോൺ വിളിച്ച് സംസാരിച്ച് കള്ളങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. വലിയ കോടീശ്വരനായതുകൊണ്ട് എന്നെ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിപ്പിക്കൂ. കുഴപ്പമില്ല, നമുക്കാരും അറിയാതെ വിവാഹം കഴിക്കാം. അമിത് ഇവിടെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകളായ ശീതളിനെ കല്യാണം കഴിച്ചു. നഗരത്തിൽ പോയി കോമലിനെയും അങ്കിതേനെയും കൂടി കല്യാണം കഴിക്കുകയും ചെയ്തു. അവൻ കോമലിനോട് പറഞ്ഞു, നോക്ക്, ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. നീ നിന്റെ വീട്ടിൽ തന്നെ നിൽക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ശേഷം ഞാൻ എന്നേക്കുമായി നിന്റെ അടുത്തേക്ക് തന്നെ വരും. ശേഷം നമ്മൾ ഒരുമിച്ചായിരിക്കും. അവൻ അങ്കിതയോട് ഇത് തന്നെ പറഞ്ഞു. പാവപ്പെട്ട പെൺകുട്ടികൾ അത് സമ്മതിക്കുകയും ചെയ്തു.
അമിത് ബിസിനസ് തുടങ്ങാനാന്ന് പറഞ്ഞ് അവരുടെ നിന്നൊക്കെ 10 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്തു. വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി. മൂന്നാമത്തെ ഭാര്യ അവനോട് ചോദിച്ചു, നിന്റെ അടുത്ത് എവിടെന്നാ ഇത്രയും പൈസയൊക്കെ? ഞാൻ പട്ടണത്തിൽ പുതിയ ബിസിനസ് തുടങ്ങിയില്ലേ, അതിന്റെ പൈസയാ. ഇതെടുത്ത് വെച്ചേക്ക്. ശീതളും പാവമായിരുന്നു. അവളോ അത് സമ്മതിച്ചു. അങ്ങനെ കുറെ ദിവസങ്ങൾ അങ്ങനെ തന്നെ പോയി. അമിത് നഗരത്തിലോട്ട് പോയിട്ട് കുറച്ചു ദിവസം അങ്കിതയുടെ വീട്ടിലും കുറച്ചു ദിവസം കോമളുടെ വീട്ടിലും താമസിക്കും. വരുന്ന വഴി പൈസയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരും. എന്നിട്ട് ശീതളുടെ കൂടെ താമസിക്കുകയും ചെയ്യും. അമ്മയച്ഛന്റെ കയ്യിൽ നിന്നും അവന്റെ പ്രോഫിറ്റിന്റെ വിഹിതവും അവൻ വാങ്ങിക്കുകയും ചെയ്യും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അമിത് ശരിക്കും നല്ല പണക്കാരനായി. അവന്റെ കയ്യിൽ ഒരുപാട് പൈസയായി. അവൻ അത് വെച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. എന്റെ സ്വപ്നം സാധിച്ചു. ഇനി ഇതുകൊണ്ട് കുറെ സാധനങ്ങൾ വാങ്ങണം. അമിത് വില കൂടിയ ഫോൺ, വണ്ടി എല്ലാം അവൻ വാങ്ങി. പുതിയ വീടും വാങ്ങി. അതുകൂടാണ്ട് വൈകുന്നേരം ആകുമ്പോ കാർ എടുത്തിട്ട് ചായക്കടയുടെ മുമ്പിൽ കൂടെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോവുകയും ചെയ്യും. അവന്റെ കൂട്ടുകാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. കണ്ടോടാ അളിയാ, അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലേ? വണ്ടിയെ കറങ്ങി നടക്കുന്ന കണ്ടില്ലേ? നമ്മുടെ അവസ്ഥ ഇപ്പോഴും പഴയ പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. എടാ, നമ്മൾ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അമിത്തിന് എന്തൊക്കെ തരികടയുണ്ടെന്നാ. അല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ഇത്രയും വലിയൊരു വണ്ടിയൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്നേ? സത്യമല്ലേ? ഈ തരികടയൊക്കെ കാണിച്ച് അവനെ ഒരിക്കൽ പിടിക്കും. അപ്പൊ മനസ്സിലാക്കിക്കോ. പക്ഷെ അമിത്തിന് സ്വന്തമായി നല്ല കോൺഫിഡന്റ് ആയിരുന്നു. അവൻ ആലോചിക്കും, ഗ്രാമത്തിലുള്ള ഭാര്യ പട്ടണത്തിലേക്ക് വരില്ല, പട്ടണത്തിലുള്ള ഭാര്യ ഗ്രാമത്തിലേക്കും വരില്ല. മതി, അപ്പൊ എന്റെ തരികടയെല്ലാം നടക്കും. പക്ഷെ അവന്റെ കോൺഫിഡൻസ് നേരെ ഓവർ കോൺഫിഡൻസിലോട്ട് മാറാൻ തുടങ്ങി. അങ്കിതയ്ക്കും കോമലിനും അവനോട് സംശയം തുടങ്ങി. ഈ അമിത് എന്നും എന്നോട് പൈസ വാങ്ങുന്നുണ്ടല്ലോ, ഇത്രയും പൈസ കൊണ്ട് അവൻ എന്താ ചെയ്യുന്നേ? അവിടെ കോമൽ ആലോചിക്കാൻ തുടങ്ങി, അമിത് എന്താ എന്നെ വീട്ടിൽ കൊണ്ടുപോവാത്തെ? എന്തെങ്കിലൊക്കെ അടവ് പറയും എപ്പോഴും. അവിടെ ശീതൾ ആലോചിച്ചു, എല്ലാ മാസവും നഗരത്തിൽ പോകുന്നത് എന്തിനാ? എന്ത് ബിസിനസ് ആണെന്ന് എന്നോട് പറയാത്തത് എന്താണ്? ശീതൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, എന്തായാലും നഗരത്തിൽ പോണം. ഇവിടെ അമിത്തിന് അറിയില്ലായിരുന്നു കോമലും അങ്കിതയും ഒരേ സ്കൂളിൽ പഠിച്ചവരായിരുന്നു എന്ന്. ഒരു വൈകുന്നേരം ഒരു പാർട്ടിയിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. അങ്ങോട്ടിങ്ങോട്ട് സംസാരമായി. കോമൾ പറഞ്ഞു, അങ്കിത, നിനക്കറിയാമോ, ഞാൻ കല്യാണം കഴിച്ചു. ഞാനും കല്യാണം കഴിച്ചു, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. എന്റെ കല്യാണം ആർക്കും അറിയില്ല കേട്ടോ. അപ്പൊ ശരി, നാളെ എന്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വന്നുണ്ട്. ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. ആണോ? നാളെ എന്റെ ഭർത്താവും വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടേക്ക്. ഞാനും പരിചയപ്പെടുത്താം നിന്നെ. അങ്ങനെ ആ കുരുക്ക് അഴിയാൻ തുടങ്ങി. നഗരത്തിലോട്ട് പോവാൻ വേണ്ടി അമിത് രാവിലെ തന്നെ വണ്ടിയിൽ പുറപ്പെട്ടു. ആരും അറിയാതെ തന്നെ ശീതളും അവന്റെ പുറകെ പോയി. ശീതൾ അമിത്തിന്റെ പുറകെ പോയി. അങ്ങനെ നഗരത്തിൽ വന്നു. നഗരത്തിലെത്തിയപ്പോഴത്തേക്ക് അങ്കിതനെ പോയി കണ്ടു. അങ്കിത അവളുടെ ഒരു കൂട്ടുകാരിയെക്കുറിച്ച് അവനോട് പറഞ്ഞു. അമിത് സമ്മതിച്ചു. അവനറിയില്ലായിരുന്നു അങ്കിതയുടെ ഫ്രണ്ട് വേറെ ആരുമല്ല കോമളായിരുന്നു എന്ന്. അങ്കിത അമിതിനെ കോമളുടെ മുമ്പിൽ കൊണ്ടുവന്നു. കോമൾ, ഇതാണ് എന്റെ ഭർത്താവ്. എന്താ, ഇത് എന്റെ ഭർത്താവും കൂടെയാണ് എന്ന് പറഞ്ഞ പണിപാളി, ഇനി എന്ത് ചെയ്യും? അപ്പോഴേക്കും അവിടെ ഓടി ശീതൾ വന്നു. ഇത് എന്റെ ഭർത്താവാണ്. അല്ല, നീ എങ്ങനെ ഇവിടെ വന്നു? എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ ഇതാണ് കാര്യം. പൈസയുടെ ആഗ്രഹം കാരണം 3 പേരെയും കല്യാണം കഴിച്ചു. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. ഞാൻ നിന്നെ വെറുതെ വിടൂല. ഞാനും ഇന്നാ. ശീതൾ കവളത്തടിച്ചു അമിത്തിന്റെ. അങ്ങനെ 3 പേരും അമിത്തിനെ ശരിക്കും റെഡിയാക്കി എന്ന് പറയാം. 3 പേരും കൂടി പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അമിത്തിന്റെ ആക്രാന്തം കാരണം അമിത്തിന്റെ മുഴുവൻ ജീവിതവും ജയിലിൽ തന്നെ വസിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ആക്രാന്തം മൂത്ത ഒരാളുടെ ജീവിതം അതിന്റെ അകത്ത് തീർന്നു. Thanks for watching.